ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാട ദിവസം കേട്ടോ. ഉത്രാട ദിവസമായിട്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. മച്ചിങ് ആണ് കേട്ടോ ഞങ്ങൾ. പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട് ഗൈസ്. എൻ്റെ ഇവിടുത്തെ കളർ ഇളകി ഗൈസ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് തയ്ച്ചതായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോകുമ്പം ആ ഡ്രസ്സ് ഞാൻ ഒന്നോടെ മുക്കിയിടാറുണ്ട്. അപ്പോൾ ആ മുക്കിയിട്ട സമയത്ത് മുട്ടി അങ്ങോട്ടും കൂട്ടി എൻ്റെ ഡ്രസ്സിൽ ഇച്ചിരി കളർ പിടിച്ചു കിട്ടും. എനിക്ക് നല്ല വിഷമമായി. പുതിയതാണ്, ഒരു പ്രാവശ്യം പോലും ഇട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഇട്ടുമെന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ചെറിയ ലൈറ്റായിട്ടാണ് കളർ വന്നത്. ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലം ഒരു ഉള്ളേരിയയിലായിട്ട് നല്ല ഭംഗിയാട്ടോ അങ്ങോട്ട് പോണ വഴിയൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ശിവക്ഷേത്രത്തിലേക്കാണ് എത്തിയിരിക്കണത്. ഇന്ന് വലിയ തിരക്കില്ല എന്ന് തോന്നണം കേട്ടോ. നാളെ ആകുമ്പോഴത്തേനും പകലൊക്കെ നല്ല തിരക്കായിരിക്കും. ഫുൾ കേരള ലുക്കിലാണ് കേട്ടോ എല്ലാവരും നാളത്തെ വരുന്നത്. അപ്പോൾ അതെ, ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി. ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്ന് വഴിപാടായിട്ട് കിട്ടിയതാട്ടോ. വഴിപാടായിട്ട് കിട്ടിയേ മോളാണോ? അങ്ങനെ നമ്മൾ ശിവക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾക്ക് വാടകയൊക്കെ കിട്ടി. കഴിച്ചു കഴിഞ്ഞോ? ഇനി നേരെ വിഷ്ണു ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഇതേ ഞങ്ങൾ കൃഷ്ണക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാട്ടോ ഇന്ന്. ശിവക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാവരും ഇങ്ങോട്ടാണ് വരാറ്. ഇന്നിപ്പോൾ തൊഴുത് പോകുന്നുണ്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാട്ടോ വന്നേ. അങ്ങനെ ദേ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. തൊഴുത് എല്ലായിടത്തും തൊഴുതിറങ്ങി. ഇവിടെ നിന്നും കിട്ടിയിട്ടോ നമുക്ക് പ്രസാദം. ഇവിടെ ഒരു സ്വീറ്റ്സാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കും. കുറേ നേരം ഇവിടെ ഇരിക്കും കേട്ടോ. ഇവിടെ 9 മണിക്കാണ് പൂട്ടണത്. അപ്പോൾ കുറച്ച് നേരം എങ്ങനെ വന്നാലും നമ്മൾ കുറേ നേരം ഇവിടെ ഇരിക്കും. നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കസേരകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാളൂന് അവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്, നമ്മൾ ചന്ദനത്തിരിയൊക്കെ മേടിക്കുന്ന. അവിടെ നിന്ന് ദേ ഒരു ബ്രേസ്ലെറ്റ് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ച്. ഇനി നമ്മൾ പോകുക കേട്ടോ, വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് പോണ വഴി ഒന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മളിന്ന് ഇവിടെയല്ല കേട്ടോ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഫുഡും കഴിച്ചു. പിന്നെ തിരിച്ചെത്തി കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ വന്ന് ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നിസ്വ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നാളെ നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാളു ഉറങ്ങാനുള്ള സെറ്റപ്പിൽ തലവണയൊക്കെ എടുത്ത് വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് കിടന്നോട്ടോ, അമ്മ വേസ്റ്റ് കളഞ്ഞിട്ട് വരാം. ഇപ്പം 10 മണിയായിട്ടുണ്ട്. ഒരു 11:30 ആകുമ്പോഴത്തേനും എത്തുമായിരിക്കും തോന്നണം. ആളുകുട്ടി ഉറങ്ങാൻ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. 1.5 മണിക്കൂർ എടുത്തിട്ട് ഇവിടെ എത്താനായിട്ട്. അപ്പോൾ ദേ ഈ കാണുന്ന പള്ളിയാണ് കേട്ടോ ഞങ്ങൾ അടയാളം വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് മാപ്പിൻ്റെ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ പള്ളിയുടെ പുറകുവശത്തായിട്ട് ദേ ഇങ്ങനെ ഒരു ഏരിയയിലാണ് അവരുടെ വീട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. അല്ലാതെ പുറകോട്ട് എടുത്തോളൂ എന്നല്ല പറഞ്ഞേ. ഇവിടെ ഓർക്കല്ലേ മോൻ, നമ്മൾ അന്ന് അവിടെ നിന്നാണ് കയറിയ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും ഇവിടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അരിയാനും പിടിക്കാനും ഒക്കെ ഉള്ളതും പിന്നെ കുറച്ച് അടപ്പത്തും പിന്നെ പുറത്ത് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ബഹളം. ഒരു കല്യാണ വീട് പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമായിരുന്നു. നമുക്ക് നാട്ടിലൊക്കെ പോയി ഒരു അന്തരീക്ഷം കേട്ടോ ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. എല്ലാവരും ആരെയും ഞങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിരുന്നു. ഇവരെല്ലാം സ്നേഹമോളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഡ്യൂട്ടി ഉണ്ട്, കുറച്ച് പേര് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്. പിന്നെ
അകത്ത് അടുക്കളയിലൊരു സെക്ഷൻ, പിന്നെ ഹാളിലൊരു സെക്ഷൻ, അങ്ങനെ കുറച്ച് അരിയിൽ പിടിക്കൽ. ഇവിടെയാണ് കേട്ടോ മെയിനായിട്ട് പാകം ചെയ്യുന്നത്. ചോറ് വയ്ക്കുന്നതും സാമ്പാർ വയ്ക്കുന്നതൊക്കെ ഇവിടെ അടപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ്. അങ്ങനെ പലവരും പല സ്ഥലത്ത് നിന്ന് പാചകമൊക്കെ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒത്തിരി ലേറ്റായിട്ടോ അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കുന്നത്. നമുക്ക് അടുക്കളയിൽ ചെറിയ ചെറിയ പാത്രത്തിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ അടുക്കളയിൽ വെക്കുന്നുണ്ട്. എല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ഇവർ ആരെയും ഞങ്ങൾക്ക് മുന്നേ പരിചയമില്ല കേട്ടോ, പക്ഷേ അങ്ങനൊരു ഫീലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്നേഹാമ്മളുടെ വീട്ടിൽ വന്നു. അവിടെ കുറേ നേരം ഇരുന്നു. സമയം 2 മണി തൊട്ട് കഴിഞ്ഞു, 2:15 അപ്പോൾ മാളക്കുട്ടിക്ക് ഉറക്കം വന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു. ഇത് സ്നേഹമ്മളുടെ ഫ്രണ്ടിൻ്റെ റൂമാണ്. അപ്പോൾ ഞാനും മാളൂട്ടിയും കിടക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഓണത്തിന് കാണാം. ഓണപ്പരിപാടി കാണാം. എല്ലാവരും ഞങ്ങളുടെ നാളത്തെ ഓണം വീഡിയോ കാണാൻ മറക്കരുത്.